ക്രിസ്മസ് ആയിട്ട് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കുഞ്ഞപ്പനെ കയറി നിൽക്കുന്നത് സെമിത്തേരിയുടെ മതിലിന്റെ മുകളിലാണ് കേട്ടോ. സെമിത്തേരിയിൽ എന്താ കുഞ്ഞപ്പന്റെ കാര്യമൊന്നല്ലേ പറയാം. രാവിലെ തന്നെ ക്രിസ്മസ് ആയിട്ട് നല്ല വെള്ളയപ്പവും ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി വളരെ സന്തോഷത്തോടെ വീട്ടിലിരുന്ന് ചായയൊക്കെ കുടിച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ ഫോർട്ട് കൊച്ചിയിലുള്ള എന്റെ ആന്റിയുടെ വീട്ടിലേക്ക് കെട്ടിയെടുത്ത് പോയതാണ് ഞങ്ങളെ. എല്ലാ വർഷവും ഞങ്ങൾ അങ്ങോട്ട് പോകാറുണ്ട്. കറക്റ്റ് 7 മണിക്ക് ലൈറ്റ്സ് ഒക്കെ ഓൺ ആവുമെന്നും പറഞ്ഞ് ഓടി ട്രെയുടെ അടുത്ത് എന്നാണ്. പക്ഷെ കറക്റ്റ് 7:45 ലൈറ്റ്സ് ഓൺ ആയത്. രാവിലെ തൊട്ട് മണിക്കൂറുകളോളം അവിടെ കാത്തുകുത്തി നിന്ന ഒരുപാട് മുതിർന്നവരും ചെറിയ പിഞ്ചു മക്കൾ വരെ ഉണ്ടായിരുന്നു. ശരിക്കും എല്ലാവരും വിഷമിച്ചു പോയി കേട്ടോ. ലൈറ്റ്സ് ഒക്കെ ഓണാക്കി കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ എല്ലാവരും ഭൂരിഭാഗം പേരും ഒരുമിച്ച് റോട്ടിലേക്ക് ഇറങ്ങിയതാണ് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായത്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ കണ്ടതിൽ ഏറ്റവും വലിയൊരു ബ്ലോക്ക്. കുഞ്ഞപ്പം കരഞ്ഞ് ശ്വാസം മുട്ടി പരുപോയപ്പോൾ അവിടെ നിന്ന് പിള്ളേരാണ് അവൻ ആ സെമിത്തേരിയുടെ ഭിത്തി കയറ്റി നിർത്തിയത് ഇത്തിരി ശ്വാസം കിട്ടാൻ. ഈ നോക്ക് നിങ്ങൾ, ഈ ബ്ലോക്കിന്റെ ഇടയിൽ എവിടെയാണ് ശ്വാസം കിട്ടുന്നത്? അതിന്റെ ഇടയ്ക്ക് ഒരു ബൈക്ക് മറിഞ്ഞ് എന്റെ കൈ വീണ്. ന്യൂ ഇയറിന് വരുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ആയ വർഷത്തിൽ ഒരിക്കലല്ലേ നമുക്ക് ഇതുപോലെയൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരും വരും, ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ന്യൂ ഇയറിന് കാറും കൊണ്ട് ആരും അങ്ങോട്ട് പോകരുത്. ബൈക്കിനാണെങ്കിൽ പിന്നെ ഉണ്ട്. ഇത്രയും വലിയ തിരക്കിനിടയിലും ഇടിവെക്കുന്നവന്മാരെ സമ്മതിക്കണ്ടേ? 10-20 വയസ്സുള്ള ചെറിയ പിള്ളേരാണ്. ഇടിവെച്ച് എന്റെ മേത്ത് വരെ വന്ന് ഇടിച്ചു കൊണ്ട് കേട്ടാ. പിന്നെ അവന്മാരെല്ലാരും കൂടി കാണാൻ പോയി കിടന്ന് ഇടിവെക്കണുണ്ടായിരുന്നു. ചെറിയ കുട്ടികളെ കാണാതായെന്ന് മൈക്ക് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ പ്രായമുള്ളവരും പലരും തലയിറങ്ങി വീണിട്ട് ആശുപത്രിയിലും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. വ്ലോഗ് ഇട്ടിട്ടുണ്ട്, അപ്പൊ എല്ലാവരും മറക്കാതെ കാണണേ.